നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഏകദേശം കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 70%-നും മുകളിലായിരുന്നു. ഏകദേശം 70-72% ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അതൊരു നമ്മളൊരു 75 വർഷം പിന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹിന്ദു ജനസംഖ്യയുടെ ഒരു അവസ്ഥ, ഒരു ഹിന്ദു സംഘടനാ കാര്യകർത്താവ് എന്നുള്ള നിലയിലേക്ക് താങ്കളൊരു കാഴ്ചപ്പാട് എന്താണ്? ഏത് നിലയിലേക്ക് ഹിന്ദു ജനസംഖ്യ താഴ്ന്നിട്ടുണ്ട്? അല്ല, കേരളത്തിലെ വലിയ തോതിൽ ഹിന്ദു ജനസംഖ്യയുടെ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു കാരണം ഹിന്ദുക്കൾ തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഹിന്ദു സമൂഹം അവർ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ സർക്കാർ ഒരു സമയത്ത് ഒരു ജനസംഖ്യാ പോളിസി പ്രഖ്യാപിച്ചിരുന്നു. നാം രണ്ട് നമുക്ക് രണ്ട് എന്നൊരു ജനസംഖ്യാ പോളിസി നിശ്ചയിക്കുകയും ജനസംഖ്യ നിയന്ത്രിക്കണം എന്നൊരു തത്വം സർക്കാർ മുന്നിൽ വെച്ചപ്പോൾ അത് അപ്പാടെ വിഴുങ്ങാൻ തയ്യാറായിക്കൊണ്ട് ഹിന്ദു സമൂഹം അതിനനുസരിച്ച് ജീവിച്ചു. അവർ നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് മാത്രം, പിന്നെ അത് നാം രണ്ട് നമുക്കൊന്ന് എന്ന രീതിയിലേക്കും, ഇപ്പോൾ നാം രണ്ട് മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികൾ തന്നെ വേണ്ട എന്നുള്ള രീതിയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക്. അത് ഈ സർക്കാർ തന്നെ പ്രോത്സാഹിപ്പിച്ച ആ ആശയത്തെ അതേപടി ഉൾക്കൊള്ളാൻ ഹിന്ദു സമൂഹം തയ്യാറായി. ഒരു പരിധിവരെ ക്രിസ്ത്യൻ സമൂഹം അതിന് തയ്യാറായി എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് മുസ്ലിം ജനസംഖ്യയുടെ ഒരു തോതെടുത്ത് നോക്കിയാൽ 1971 വരെയുള്ള കണക്കെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും, കേരളത്തിൽ മുസ്ലിങ്ങൾ ക്രൈസ്തവരെക്കാൾ കുറവായിരുന്നു. 1971 സെൻസസ് മുതലാണ് കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ ക്രൈസ്തവ ജനസംഖ്യയെ ഓവർടേക്ക് ചെയ്ത് പോകാൻ തുടങ്ങിയത്. ആസൂത്രിതമായിട്ട് ഈ ജനസംഖ്യാ നയത്തെ അട്ടിമറിക്കുക, അതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ പെൺകുട്ടികളെ പലപ്പോഴും പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയപ്പിക്കുന്ന രീതി മുസ്ലിം സമുദായത്തിനുള്ളിൽ വ്യാപകമായി. 16 വയസ്സിൽ 15 വയസ്സിലേക്ക് വിവാഹം കഴിപ്പിക്കുക. ഈ ഒരു 71 കാലഘട്ടങ്ങളിൽ അത് വ്യാപകമായി. അപ്പോൾ 15 വയസ്സ് 16 വയസ്സിൽ ഇപ്പോൾ ഈ UDF ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു ആവശ്യം ഉയർന്നിരുന്നു. 16 വയസ്സ് 17 വയസ്സിൽ വിവാഹം നടത്തിയ ആ വിവാഹങ്ങൾക്ക് നിയമപരമായ സാധുത നൽകണം എന്നായിരുന്നു. കാരണം 18 വയസ്സാണ് വിവാഹപ്രായം. അപ്പം അതിനു മുമ്പ് വിവാഹം കഴിച്ച ആളുകൾക്ക് നിയമപരമായ സാധുത നൽകണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയൊക്കെ വെച്ചിരുന്ന മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരാണ്. ആ ഒരു ബില്ലുമായിട്ട് അവർ രംഗത്ത് വന്നിരുന്നു. ശക്തമായ എതിർപ്പുകൾ വന്നപ്പോഴാണ് അതുമായിട്ട് അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ മുസ്ലിം സമുദായത്തിനുള്ളിൽ 16-17 വയസ്സാകുമ്പോഴേക്കും വിവാഹം കഴിക്കുക എന്ന് വരുമ്പോൾ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവർ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചുകൊണ്ട് 21 വയസ്സ്, അതിനുശേഷം ഇപ്പോൾ ആൺകുട്ടികളാണ് 21 വയസ്സ്, പെൺകുട്ടികളാണെങ്കിൽ ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം വിവാഹം കഴിക്കുന്ന സ്വഭാവം നിയമം അവർ അതേപടി അംഗീകരിക്കാൻ തയ്യാറായി. നിയമത്തിനപ്പുറമാണ് തങ്ങളുടെ മതവിശ്വാസം, മതം വളർത്താനുള്ള ഒരു ത്വര ഓരോ മുസ്ലിമിൻ്റെയും മനസ്സിലുള്ളതുകൊണ്ട് അവർ വ്യാപകമായിട്ട് ഈ പറഞ്ഞ വിവാഹപ്രായം എത്തുന്നതിന് മുമ്പ് വിവാഹം കഴിക്കുകയും കുട്ടികളാവുകയും 3-4 കുട്ടികളാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം. അപ്പോൾ ജനറേഷൻസിനെ വർദ്ധിപ്പിച്ചുകൊണ്ട്, കുട്ടികളെ മാത്രമല്ല, യഥാർത്ഥത്തിൽ തലമുറകളുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വളരെ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ആണ് ഈ ജനസംഖ്യാ വർധനവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനസംഖ്യാ വർധനവ് വലിയ തോതിലുള്ള ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും, യാതൊരു സംശയമില്ല. അത് ഹിന്ദു സമൂഹത്തിനൊരു ഭീഷണിയാണെന്നുള്ള തരത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത്. അത് ശരി തന്നെയാണോ? അങ്ങനെ ഒരു സാഹചര്യം ഒരു ഭീഷണിയാണോ അങ്ങനത്തെ ഒരു വിഷയം? ഹിന്ദു സമൂഹത്തിന് മാത്രമല്ല, കേരളത്തിൻ്റെ മതേതരത്വം, ജനാധിപത്യം തുടങ്ങിയ സങ്കല്പങ്ങൾക്ക് മുഴുവൻ ഭീഷണിയാണ്. മുസ്ലിം ഭൂരിപക്ഷമാവുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ജനാധിപത്യം ഇല്ല. മുസ്ലിം ഭൂരിപക്ഷമാവുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ മതേതരത്വവുമില്ല. നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ നമ്മുടെ ലോകത്തെമ്പാടുമുണ്ട്. ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ജമ്മു കാശ്മീരിലെ സ്ഥിതി, കാശ്മീരിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി, അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിഞ്ഞോ? അവരവിടെ അടിച്ചോടിച്ചില്ലേ? അവിടുത്തെ മതേതരത്വത്തിന്റെ സ്ഥിതി എന്താണ്? അവിടുത്തെ ജനാധിപത്യത്തിന്റെ സ്ഥിതി എന്താണ്? ജനാധിപത്യം വെറും നോക്കുകുത്തിയാണ്, മതേതരത്വം വെറും നോക്കുകുത്തിയാണ്, വെറും പാഴ്വസ്തുവാണ്. വീട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ പോലെ മതേതരത്വം കൊണ്ട് ഒരു പ്രയോജനം അവിടുത്തെ ഹിന്ദുക്കൾക്കുണ്ടായില്ല, ജനാധിപത്യം കൊണ്ടൊരു പ്രയോജനം അവിടുത്തെ ഹിന്ദുക്കൾക്കുണ്ടായില്ല. അപ്പോൾ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെങ്കിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ട് നിലനിന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ അവിടെ എവിടെയും, ലോകത്തെവിടെയും ജനാധിപത്യം നമുക്ക് കാണാൻ സാധ്യമല്ല, മതേതരത്വവും കാണാൻ സാധ്യമല്ല. അപ്പോൾ ചോദിക്കും, മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇല്ലേന്ന്. ഗൾഫ് രാജ്യങ്ങൾ ഇസ്ലാം മതത്തെ ആ അർത്ഥത്തിൽ സ്വീകരിച്ചിട്ടില്ല.
അവരിപ്പോ പാശ്ചാത്യ ജനാധിപത്യ സമ്പ്രദായം സ്വീകരിക്കാനും ആ രീതിയിലേക്കൊക്കെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തികച്ചും ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട് ഗൾഫ് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവർക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് അവർ ഇസ്ലാമിനെ തള്ളിക്കൊണ്ട് ഒരു പാശ്ചാത്യ സമ്പ്രദായത്തിലേക്കൊക്കെ അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള മുസ്ലിം രാജ്യങ്ങളിൽ 52 മുസ്ലിം രാജ്യങ്ങൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ജനാധിപത്യത്തിന്റെ മതതരത്തിന്റെ സ്ഥിതി എന്താ? പാകിസ്ഥാനിൽ എന്താണ്? ബംഗ്ലാദേശിൽ എന്താണ്? അഫ്ഗാനിസ്ഥാനിൽ എന്താണ്? സിറിയയിൽ എന്താണ്? നൈജീരിയയിൽ എന്താണ്? ഇതുപോലുള്ള അനവധി മുസ്ലിം രാജ്യങ്ങളിൽ അവിടുത്തെ മതേതരത്വം ജനാധിപത്യം ഒക്കെ ചോദ്യചിഹ്നമാണ്. എന്ന് മാത്രമല്ല അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആസൂത്രിതമായ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കടുത്ത മതരാഷ്ട്രങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് കേരളത്തിൽ സംഭവിക്കും പോകുന്നു എന്നുള്ളതാണ്. ജനാധിപത്യം ഹൈജാക്ക് ചെയ്യപ്പെടും. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ 16 നിയോജകമണ്ഡലങ്ങൾ വന്നു. എങ്ങനെ വന്നു? ആലപ്പുഴ ജില്ലയിൽ നിയോജകമണ്ഡലം കുറഞ്ഞു, പത്തനംതിട്ടയിൽ നിയോജകമണ്ഡലം കുറഞ്ഞു, മലപ്പുറത്തും കൂടി. എന്താ കാരണം? ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ അടുത്ത വാദം എന്താണ്? മലപ്പുറം ജില്ല രണ്ടാക്കണം എന്നാണ്. അപ്പോൾ 2 ജില്ലയായാൽ 2 ജില്ലാ സംവിധാനങ്ങളും ഭരണകൂടവും അവരുടെ കയ്യിലാണ്. ആ 2 ജില്ല വെച്ച് മുഴുവൻ കേരളത്തെയും ഭരിക്കാൻ സാധിക്കും. കാരണം ഇവർ സംഘടിതരാണ്. സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് അസംഘടിതരായ മുഴുവൻ കേരളത്തെയും അടക്കി ഭരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ആട്ടിൻ തോലിട്ട ചെന്നായിയാണ്. ലീഗടക്കം ആട്ടിൻ തോലിട്ട ചെന്നായിയാണ്. പുറമേക്ക് ഈ സാഹോദര്യം, സൗഹൃദം എന്നൊക്കെ പറയും. ഏത് സമയം വരെ? തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം എത്തുന്നത് വരെ. തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം എത്തിയാൽ ഈ ലീഗടക്കം അവരുടെ തനിനിറം കാണിക്കും. ലോകം മുഴുവൻ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. ആ അനുഭവം കേരളത്തെ കാത്തിരിക്കുന്നു. കേരളം ജാഗരൂകമായി ഇരുന്നില്ലെങ്കിൽ ഇതിന് വലിയ തോതിൽ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചേട്ടാ, ഇപ്പോൾ ഈ കേരളത്തിലൊരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഭവം, ഇതിനെ ഒരു വലിയ തരത്തിൽ നേരിടാനായിട്ട് ചില ക്രിസ്ത്യൻ സംഘടനകൾ എന്നുള്ള രീതിയിലേക്ക് കാസ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് വേണം എന്നുള്ള തരത്തിലേക്കുള്ള ചില പ്രചരണങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ അത് ഈ നമ്മുടെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് നിരവധി ക്രൈസ്തവ സഹോദരങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്ന എല്ലാം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു സാഹചര്യം കേരളത്തിൽ വളർന്ന് വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് ഒരു സാഹചര്യം ഒരുക്കാനുള്ളൊരു സംഭവം നടക്കുന്നുണ്ട് സമൂഹത്തിൽ. അതിൻ്റെ രാഷ്ട്രീയ മാറ്റം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ നാടിൻ്റെ സുരക്ഷ, നമ്മുടെ നാടിൻ്റെ ഐക്യം, അതിന് മുഴുവൻ ജനങ്ങളും ഈ ഭീകരതയ്ക്കെതിരായിട്ടാണ് നിരക്കേണ്ടതുണ്ട്. ഇതൊരു ശക്തമായ ഭീകരവാദമാണ്. ഇപ്പോൾ വഖഫ് വിഷയം വന്നു. വഖഫ് ഒരു വലിയ ഭീകര നിയമമായിരുന്നു. ആ വഖഫ് വിഷയത്തിൻ്റെ ഇരകളാക്കപ്പെടുന്നതിൽ ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ഈവൻ മുസ്ലിങ്ങൾ വരെയുണ്ട്. അതിനെതിരെ ഒരുമിച്ച് നിൽക്കേണ്ടത് എല്ലാവരുടെയും ധർമ്മമായിരുന്നു. മറുഭാഗത്ത് ലീഗ് അടക്കമുള്ള കക്ഷികൾ വഖഫ് നിയമത്തിന് വേണ്ടി ശക്തിയുക്തം വാദിക്കുകയായിരുന്നില്ലേ? അപ്പോൾ ഇത്തരം ഭീകര നിയമങ്ങൾക്കെതിരെ, ഭീകര നിലപാടുകൾക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും, അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ദേശീയവാദികളായ മുസ്ലിങ്ങളും അടക്കം യഥാർത്ഥത്തിൽ സമാധാനം കാക്ഷിക്കുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യം ഒരുപക്ഷെ ഇനി അടുത്ത വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഇന്തോനേഷ്യ ആണെങ്കിൽ ആ ഇന്തോനേഷ്യയും കൂടി കടന്ന് ഇന്ത്യയായി മാറാൻ പോവുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യ ആവുന്നു എന്നുള്ള സ്ഥിതിവിശേഷം വരാൻ പോകുന്നു. അങ്ങനെയുള്ള ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ സമാധാനത്തോടു കൂടി അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ സമാധാനം നിലനിൽക്കണമെങ്കിൽ അവരുടെ ഈ നിലപാടുകൾ മാറണം. ആ നിലപാടുകൾ മാറ്റാൻ മുസ്ലിങ്ങളിലെ ഈ സമാധാനകാംക്ഷികൾ ആയിട്ടുള്ളവർ, മതത്തെ സെക്കൻഡറി ആയിട്ട് മാത്രം കാണുന്നവർ, മതത്തെ ഒന്നാമതായി പ്രൈമറി ആയിട്ട് കാണുന്നവർക്ക് ഇതിൻ്റെ കൂടെ കൂടാൻ പറ്റില്ല. മതത്തെ സെക്കൻഡറി ആയിട്ട് കാണുന്നവർക്ക് മാത്രം ഈ ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് അനിവാര്യമാണ് ആ കൂട്ടായ്മ. കാരണം ഇത്തരത്തിലുള്ള പല കിരാതമായ ഭീകരമായ നടപടികൾ, മതത്തിൻ്റെ പേരിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന നടപടികൾക്കെതിരെ അണിനിരക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഹിന്ദു, ക്രിസ്ത്യൻ, ഈ പറയുന്ന ദേശീയവാദികളായ മുസ്ലിങ്ങൾ അവരെല്ലാം ചേർന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ടത് ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അനിവാര്യം തന്നെയാണ്. അത് വലിയൊരു മാറ്റങ്ങളിലേക്ക് ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഈ നിലയ്ക്ക് സംഘടിത ശക്തിയായിട്ട് പുറത്ത് ഒരു ദേശീയ ശക്തി വളർന്നു വരണം. വർഗീയ ഭീകര ശക്തികൾക്കെതിരായിട്ട് ഒരു ദേശീയ ശക്തി ഉയർന്നു വരണം. ആ ദേശീയ ശക്തിയെ വളർത്തിക്കൊണ്ടുവരിക,
അതിനെ സംഘടിപ്പിക്കുക എന്നുള്ള ചുമതലയാണ് ഹിന്ദു ഐക്യവേദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശന് ഈ പറഞ്ഞ പ്രസ്താവനയിലും ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്ന് പൂർണ്ണ പിന്തുണ തന്നെയാണല്ലേ? അത് ഓൾറെഡി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ അറിയാവുന്ന, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അറിയാവുന്ന ഏത് കൊച്ചു കുട്ടിയും വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. വളരെ നന്ദി ചേട്ടാ, ഈ ഒരു സമയത്ത് കൂടെ. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അത് കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഹിന്ദു സംഘടനയായിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. വരുന്ന ആളുകളിൽ ഇത് കേരളത്തിൽ കൂടുതൽ ചർച്ച ചെയ്യാൻ സാഹചര്യം ഒരുക്കുന്ന അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. കാരണം അതുപോലെ ഇവിടുത്തെ ജനങ്ങൾ വെള്ളാപ്പള്ളിയുടെ ആ ഒരു പ്രസ്താവനയെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫാസ്റ്റ് റിപ്പോർട്ട്സ് വിപിൻ ലാൽ.